വയനാട് നമ്പ്യാർകുന്നിൽ വീണ്ടും പുലി എത്തി. നമ്പ്യാർകുന്ന് സ്വദേശി ദാമോദരന്റെ വീട്ടുമുറ്റത്തെത്തിയ പുലിയുടെ ദൃശ്യങ്ങളാണ് CCTVയിൽ പതിഞ്ഞത്. ഇന്ന് രാത്രി 7:25ഓടെയാണ് പുലി എത്തിയത്. സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുകയാണ്. വിവരങ്ങളുമായി അർജുൻ PS വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. അർജുൻ, കൂടുതൽ വിവരങ്ങൾ. നിഖിൽ, ഒരാഴ്ചയായി ഇവിടെ ഈ പുലി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഈ നാട്ടുകാർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ ഉയർത്തുന്നത്. ഇന്നും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി. ഇന്നും ഈ ഒരു പ്രദേശത്തേക്ക് ആ പുലി എത്തുന്ന സാഹചര്യം ഉണ്ടായി. ആ ഒരു CCTV ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരാളുടെ വീട്ടുമുറ്റത്താണ് ഇത്തരത്തിൽ പുലി വരുന്നത്. അതിനുശേഷമാണ് ഈ ഒരു CCTV പരിശോധിക്കുകയും ഇത് പുലിയാണെന്ന് വീണ്ടും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഒരു പശുക്കുട്ടിയെ ഈ പുലി കടിച്ചു കൊല്ലുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് തൊട്ട് മുൻപൊരു ദിവസവും ഒരാടിനെയും ഈ പുലി കടിച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിട്ടും വനം വകുപ്പ് ഈ പ്രദേശത്ത് ഒന്ന് വരികയോ അല്ലെങ്കിൽ കൂട് വെക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് നാട്ടുകാർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ പ്രദേശത്ത് ഉയർത്തിയത്. മാത്രമല്ല BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ രാത്രിയിൽ അവിടെ ഉയർത്തിയിരുന്നു. എന്തിനാൽ തന്നെയും 2 ഫോറസ്റ്റ് ഓഫീസേഴ്സ് മാത്രമാണ് ആ പ്രദേശത്ത് എത്തിയിരുന്നത്. അതിനെതിരെയാണ് നാട്ടുകാർ വലിയ രൂക്ഷമായ രീതിയിൽ ആ പ്രതിഷേധം തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത്. എത്രയും പെട്ടെന്ന് ഈ പ്രദേശത്ത് കൂട് സ്ഥാപിക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. നിഖിൽ. ശരി അർജുൻ. വയനാട് നമ്പ്യാർകുന്നിൽ വീണ്ടും പുലി എത്തി. നമ്പ്യാർകുന്ന് സ്വദേശി ദാമോദരന്റെ വീട്ടുമുറ്റത്തെത്തിയ പുലിയുടെ ദൃശ്യങ്ങളാണ് CCTVയിൽ പതിഞ്ഞത്. വൈകുന്നേരത്തോടെയാണ് പുലി എത്തിയത്. സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്നും അർജുൻ P.